നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യവും ഫിറ്റ്നസ്സും മെച്ചപ്പെടുത്താനുള്ള തിടുക്കമാണ് ഇന്ന് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ പലർക്കുമുള്ളത്. അതിനുള്ള കുറുക്കു വഴിയായി അവർ തിരഞ്ഞെടുക്കുന്നത് സപ്ലിമെൻറ്റുകളെയാണ്. എന്നാൽ മുന്നും പിന്നും നോക്കാതെ അത്തരത്തിൽ വാങ്ങിക്കഴിക്കുന്ന ആരോഗ്യ സപ്ലിമെൻറ്റുകൾ വിപരീത ഫലം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനും മുന്നറിയിപ്പുമായി ഇറങ്ങിയിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. റെഡ് സോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആരോഗ്യ ഡയറ്ററി സപ്ലിമെൻ്റ് ഉൽപ്പന്നങ്ങൾ ഇന്ന് കേരളത്തിൻ്റെ വിപണി കൈയടക്കിയിരിക്കുകയാണ്. എന്തിനൊക്കെ എന്നല്ലേ, പോഷകാഹാരങ്ങളുടെ പോരായ്മകൾ നികത്താനും ശരീരത്തിന് കൂടുതൽ ഊർജം ലഭിക്കാനും എല്ലിൻ്റെ വളർച്ച കൃത്യമാവാനും സൗന്ദര്യവർദ്ധനവിനുമൊക്കെ പ്രതിരോധ പ്രവർത്തനം ശക്തിപ്പെടുത്തുക തുടങ്ങി അവകാശവാദങ്ങളോടെ ഗുളികകൾ, ഗമ്മികൾ, പൊടികൾ, പാനീയങ്ങൾ ഈ തുടങ്ങിയ വിവിധ രൂപത്തിൽ മാർക്കറ്റിൽ ഇന്ന് സപ്ലിമെൻറ്റുകൾ സുലഭമാണ്. ശരീരത്തിൻ്റെ ആരോഗ്യവും സൗന്ദര്യവും അതുപോലെ ലൈംഗിക ശേഷിയുമൊക്കെ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പുതുതലമുറയുടെ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ആരോഗ്യ സപ്ലിമെൻറ്റുകൾ. കോവിഡിൻ്റെ വരവോടെ പ്രത്യേകിച്ചും കോവിഡിനെ തുടർന്ന് നഷ്ടമായ പ്രതിരോധ ശേഷി വീണ്ടെടുക്കാൻ ഇത്തരം ഉൽപ്പന്നങ്ങൾ സഹായിക്കുമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. മാത്രമല്ല, ആരോഗ്യത്തിനുള്ള മരുന്നുകൾക്ക് പുറമെ ആരോഗ്യ സപ്ലിമെൻറ്റുകൾ കൂടി കുറിച്ചു കൊടുക്കുന്ന ഡോക്ടർമാരും ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. എന്നാൽ വളരെ ശ്രദ്ധിച്ചും അതിൻ്റെ ആവശ്യകത കൃത്യമായി മനസ്സിലാക്കിയും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരവുമായിരിക്കണം ആരോഗ്യ സപ്ലിമെൻറ്റുകൾ എല്ലാവരും ഉപയോഗിക്കേണ്ടത്. അതായത് ഒരു വ്യക്തിയുടെ ശാരീരിക പോഷണത്തിനാവശ്യമായ വൈറ്റമിനുകളും മറ്റു ഘടകങ്ങളും സാധാരണയായി ഭക്ഷണത്തിലൂടെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, മുട്ട തുടങ്ങിയവ ആ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ അവരുടെ ശരീരത്തിന് ആവശ്യമായ പോഷകഘടകങ്ങൾ ആ ഭക്ഷണം വഴി തന്നെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് സമീകൃത ആഹാരങ്ങൾ കഴിക്കുന്നവർക്ക് ആരോഗ്യ സപ്ലിമെൻറ്റുകളുടെ ഒരു ആവശ്യവുമില്ല എന്നതാണ്. രോഗബാധിതർ, സ്ത്രീകളുടെ ഗർഭധാരണ സമയം, പ്രസവാനന്തര കാലഘട്ടം തുടങ്ങി ശരീരത്തിലെ പോഷക ഘടകങ്ങളിൽ അസന്തുലിതാവസ്ഥ അനുഭവപ്പെടുന്ന സമയങ്ങളിൽ മാത്രമേ സപ്ലിമെൻറ്റുകൾ ഉപയോഗിക്കേണ്ടതുള്ളൂ. അതും ആവശ്യമായ അളവിൽ മാത്രം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നോക്കുക. കുടൽ ക്യാൻസർ, വൃക്ക തകരാറുകൾ, നിർജ്ജലീകരണം, വയറിളക്കം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. വൻകുടൽ ക്യാൻസറിൽ വൻ വർധനവാണ് അടുത്ത കാലത്തായി അനുഭവപ്പെടുന്നത്. യുവാക്കൾ, പ്രത്യേകിച്ചും ജിമ്മിൽ പോകുന്നവർ വാങ്ങിക്കഴിക്കുന്ന ആരോഗ്യ സപ്ലിമെൻറ്റുകൾക്ക് ഇതിൽ വലിയ പങ്കുണ്ട് എന്നാണ് ഇത് സംബന്ധമായി നടത്തിയ പഠനങ്ങളിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത്. ജിമ്മുകളിൽ പോകുന്നവരിൽ നല്ലൊരു വിഭാഗവും പേശീബലം വർദ്ധിപ്പിക്കാനായി വിവിധ ആരോഗ്യ സപ്ലിമെൻറ്റുകൾ ഉപയോഗിക്കുന്നവരാണ്. ആരോഗ്യ സപ്ലിമെൻറ്റുകളിൽ പ്രധാന ഇനമാണ് ഫിഷ് ഓയിലുകൾ, അതായത് മത്സ്യ എണ്ണകൾ. ഇവയുടെ കൂടുതൽ ഉപയോഗം സ്ട്രോക്കിനും ക്രമരഹിതമായ ഹൃദയമിടിപ്പിനും കാരണമാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അമിതവണ്ണം കുറയ്ക്കാൻ ഫലപ്രദമെന്ന അവകാശവാദത്തോടെ മാർക്കറ്റിലിറങ്ങുന്ന സപ്ലിമെൻ്റ് ഗുളികകളിൽ നിരോധിക്കപ്പെട്ട രാസവസ്തുക്കളുടെ സാന്നിധ്യം ഉള്ളതായി ഹാർവാർഡ് മെഡിക്കൽ കോളേജിൽ നടന്ന പഠനത്തിലും കണ്ടെത്തിയിട്ടുണ്ട്. നെഞ്ചുവേദന, ഹൃദയാഘാതം തുടങ്ങി ഗുരുതര രോഗങ്ങളാണ് ഇതിൻ്റെ പാർശ്വഫലങ്ങളായി വരുന്നത്. ആരോഗ്യ വിദഗ്ധരുടെ ഉപദേശം തേടാതെ നിയന്ത്രണമില്ലാതെ സപ്ലിമെൻറ്റുകൾ കഴിക്കുന്നത് യുവജനങ്ങൾക്കിടയിൽ ഒരു ശീലമായി മാറിക്കഴിഞ്ഞ സാഹചര്യത്തിൽ അവയുടെ നിർമ്മാണവും വിലയും നിയന്ത്രിക്കുന്ന തരത്തിൽ നയങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച പഠനത്തിനായി കേന്ദ്രം വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. നിലവിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പരിധിയിലാണ് ആരോഗ്യ സപ്ലിമെൻറ്റുകൾ വരുന്നത്. ഉൽപ്പാദനത്തിന് ലൈസൻസ് നൽകുന്നതിന് മുമ്പ് സൂക്ഷ്മ പരിശോധന ഉറപ്പാക്കാനോ തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവർക്ക് പിഴ ചുമത്താനോ ഫുഡ് സേഫ്റ്റിക്ക് അധികാരമില്ല. എന്നിരിക്കെ ഇതിന് പരിഹാരമായി ഇത്തരം ഉൽപ്പന്നങ്ങളെ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നാണ് വിദഗ്ധരായ ഒരു സമിതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇതുവഴി ഉൽപ്പാദനത്തിന് ലൈസൻസ് നൽകുന്നതിന് മുമ്പ്
അവയിൽ സൂക്ഷ്മ പരിശോധന നടത്താനാകും. നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റിക്കാണ് മരുന്നുകളുടെ വില നിയന്ത്രിക്കാനും മിതമായ നിരക്കിൽ അവയുടെ ലഭ്യത ഉറപ്പുവരുത്താനും അവകാശമുള്ളത്. എന്നാൽ അതേ മരുന്ന് ആരോഗ്യ സപ്ലിമെൻറ്റുകളുടെ ലേബലിൽ വിപണിയിൽ ഇറങ്ങിയാൽ അതോറിറ്റിക്ക് നടപടി എടുക്കാനാവുകയുമില്ല. വില നിയന്ത്രണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി പല മരുന്നു കമ്പനികളും അവരുടെ ഉൽപ്പന്നങ്ങൾ മരുന്ന് വിഭാഗത്തിൽ നിന്ന് സപ്ലിമെൻ്ററി വിഭാഗത്തിലേക്ക് മാറ്റി വരുന്നുണ്ട്. വിദഗ്ധ സമിതി ശുപാർശ നടപ്പാക്കിയാൽ ഇത്തരം മരുന്നുകളുടെ വില നിയന്ത്രിക്കാൻ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റിക്ക് സാധിക്കും. എന്നാൽ ആരോഗ്യ സപ്ലിമെൻ്റ് നിർമ്മാണ കമ്പനികളുടെ സമ്മർദ്ദത്തെ അതിജീവിച്ച് സമിതിയുടെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ സർക്കാർ ആർജവം കാണിക്കുമോ എന്നത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. അപകടകരമായ രാസവസ്തുക്കളുടെ സാന്നിധ്യം തെളിഞ്ഞിട്ടും ഇത്തരം ഉൽപ്പന്നങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ വിമുഖത കാണിക്കുന്നത് സർക്കാർ അവസാനിപ്പിക്കണം എന്നതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്.